നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സിൽ ഇന്നു മുതൽ സൗജന്യ യാത്ര. രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ പ്രിയദർശിനിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി VD സതീശൻ സഞ്ചരിക്കുന്ന ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ VP ഷീല സാരഥിയാകും. യാത്രക്കാർക്കിടയിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ബസ്സുകളിൽ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ സ്റ്റിക്കറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. നഗരപരിധിയിൽ ഓടുന്ന സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ തിരിച്ചറിയാൻ സിറ്റി ഫാസ്റ്റ് എന്നെഴുതിയ സ്റ്റിക്കറും പതിപ്പിക്കുന്നുണ്ട്. ടിക്കറ്റ് മെഷീനുകളുടെ പരിശോധനയും പൂർത്തിയായി. സൗജന്യ യാത്രയാണെങ്കിലും 0 ടിക്കറ്റ് നിർബന്ധമാണ്. ഓർഡിനറിയിൽ 7 വിഭാഗങ്ങളായാണ് സൗജന്യ യാത്ര ലഭിക്കുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ വിഭാഗങ്ങളിലാണ് സൗജന്യ യാത്ര. കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ UDF സർക്കാർ വാഗ്ദാനം ലംഘനം നടത്തുകയും സ്ത്രീകളെ സംഘടിതമായി വഞ്ചിക്കുകയും ചെയ്യുന്നതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. നിലവിൽ KSRTCക്ക് കീഴിലുള്ള 3000-ലധികം ഓർഡിനറീസ് ബസ്സുകളിൽ വലിയൊരു വിഭാഗം വിവിധ പേരുകളിലേക്കും വിഭാഗങ്ങളിലേക്കും മാറ്റിയതിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സൗജന്യ യാത്രാ സൗകര്യം ഇല്ലാതാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇന്നലെ വരെ ഓർഡിനറി വിഭാഗത്തിൽ സർവീസ് നടത്തിയിരുന്ന നിരവധി ബസ്സുകൾക്ക് സിറ്റി ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള പുതിയ പേരുകൾ നൽകി സ്റ്റിക്കർ ഒട്ടിക്കുകയും അതുവഴി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ്. പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാകുന്നു. എൽ നിനോ സ്വാധീനത്തെ തുടർന്നാണിത്. വരും ദിവസങ്ങളിൽ വ്യാപക ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല. ഇടവിട്ടുള്ള മഴ പ്രതീക്ഷിക്കാം. അടുത്ത ഒരാഴ്ച ഒരു ജില്ലയിലും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. മത്സ്യബന്ധന വിലക്കും നീക്കി. പസഫിക് സമുദ്രത്തിൽ എൽ നീനോ സാഹചര്യം രൂപപ്പെട്ടതിനെ തുടർന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ജൂൺ 1 മുതൽ ഇന്നലെ വരെ സംസ്ഥാനത്ത് പ്രതീക്ഷിച്ച മഴയിൽ കുറവുണ്ടായില്ല. 280.5 മില്ലിമീറ്റർ മഴയാണ് ഈ കാലയളവിൽ ലഭിക്കേണ്ടിയിരുന്നത്. 280.3 മില്ലിമീറ്റർ മഴ ലഭിച്ചു. RSS സംഘചാലക് മോഹൻ ഭഗവത് പങ്കെടുത്ത പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിന്റെ പേരിൽ വിവാദമുണ്ടാക്കുകയും അവർക്ക് മതനിരപേക്ഷതയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് കടുത്ത രാഷ്ട്രീയ കാപട്യത്തിന്റെ ഉദാഹരണമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മതം തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന മന്ത്രിമാർ ഉൾപ്പെട്ട മന്ത്രിസഭയുടെ നേതാവാണ് ഇന്ന് മതനിരപേക്ഷതയുടെ വക്താവായി മാറാൻ ശ്രമിക്കുന്നതെന്ന് കേരളം കാണുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. VD സതീശൻ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് കേരളത്തിലെ ബാക്കി വരുന്ന എല്ലാ VCമാരും RSS സർസംഘചാലക് മോഹൻ ഭഗവത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ എത്തുമെന്ന് വെല്ലുവിളിച്ച് BJP നേതാവ് K സുരേന്ദ്രൻ. നിലവിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ മാത്രമേ മോഹൻ ഭഗവത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ പോയിട്ടുള്ളൂ. VD സതീശനെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചതും ഒരു RSSകാരൻ തന്നെയാണ്. VD സതീശന്റെ രാജി സ്വീകരിക്കുന്നതും ഒരു RSSകാരൻ തന്നെ ആയിരിക്കുമെന്നും K സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വെറുതെ മുട്ടാൻ നിൽക്കണ്ട, മമതയുടെയും സ്റ്റാലിന്റെയും പിണറായിയുടെയും ഗതിയായിരിക്കും താങ്കൾക്കും വരാൻ പോകുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. മിഥുനമാസ പൂജകൾക്കായി ക്ഷേത്രനട തുറന്നാലുടൻ SITയുടെ നേതൃത്വത്തിലുള്ള വിശദമായ പരിശോധനകൾ ആരംഭിക്കും. ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് ശ്രീകോവിലിന്റെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും അതിന്റെ താഴത്തെ ഭാഗവും ഇളക്കിയുള്ള പരിശോധന നടത്തുവാൻ സംഘം ഒരുങ്ങുന്നത്. കേസിൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതായി പരാതി. ഡോക്ടറെ കാണാൻ പോകുകയാണെന്ന് സഹപാഠികളോട് പറഞ്ഞ് ഹോസ്റ്റൽ മുറിയിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരിച്ചെത്തിയിട്ടില്ല. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെയാണ് കാണാതായത്. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിദ്യാർത്ഥിനി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായും അവിടെ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ കയറിയതായും പോലീസ് കണ്ടെത്തുകയും ഈ വഴിക്കുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. കാണാതായ വിദ്യാർത്ഥിനി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കടുത്ത പരീക്ഷാ സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് കൂടെ പഠിക്കുന്നവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്.
കോഴിക്കോട് സൗത്ത് MLA VK ഫൈസൽ ബാബുവിന്റെ PA ആയി NGO യൂണിയൻ പ്രവർത്തകനായ E അബ്ദുൾ താഹിറിനെ നിയമിച്ചെന്നും പറഞ്ഞ് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ജില്ലാ യൂത്ത് ലീഗും മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടനയായ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയനുമാണ് SEU പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 10 വർഷമായി NGO യൂണിയനിലെ സജീവ പ്രവർത്തകനായി SEUവിനെ ദ്രോഹിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് ഫൈസൽ ബാബു നിയമിച്ചതെന്ന് SEU മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നു. +1 പ്രവേശനത്തിനായുള്ള ആദ്യ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ www.hscapkerala.gov.in പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് വിവരങ്ങൾ അറിയാം. ഇന്നു മുതൽ ജൂൺ 17 വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. പന്തളം കായംകുളം റൂട്ടിലോടുന്ന രാഖി എന്ന ബസ്സിൽ ദുർഗ എന്ന പേരിലുള്ള സ്വകാര്യ ബസ് മനഃപൂർവ്വം ഇടിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ടേ, പക്ഷേ ശുദ്ധ തെമ്മാടിത്തരം വെച്ച് പൊറുപ്പിക്കില്ല, പണി വരുന്നുണ്ടവറാച്ച എന്ന കുറിപ്പോടെയാണ് 45 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ച് മോട്ടോർ വാഹന വകുപ്പ് MVD ബസ് ജീവനക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ സൈബർ തട്ടിപ്പ് കേസിൽ പരാതിക്കാരന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 25 ഇടപാടുകളിലായി 1 കോടി രൂപ ഓൺലൈനായി തട്ടിയെടുത്ത പ്രതിയെ കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. കാസർഗോഡ് കുമ്പള അരിക്കാടി ബന്നംകുളം ന്യൂ ബഹ്റൈൻ മൻസിലിൽ അബ്ദുൾ റംഷീദിനെയാണ് പിടികൂടിയത്. വിമാനമിറങ്ങവെ പിടിയിലായ പ്രതിയുടെ പക്കൽ നിന്ന് 1.4 കിലോ കള്ളക്കടത്ത് സ്വർണവും പിടിച്ചെടുത്തു. നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച AD തോമസ് MLAയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകരായ 5 അംഗ സംഘം മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തലസ്ഥാനത്തേക്ക്. AD തോമസിന്റെ തലക്കടിക്കാൻ ഉപയോഗിച്ച ലാത്തി കണ്ടെത്തുന്നതിനും കേസ് അട്ടിമറിക്കാൻ ADGP ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ശ്രമവും അന്വേഷിക്കാനാണ് തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. മാസപ്പടി കേസിൽ നിർണായക അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ S കർത്ത ഇന്ന് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. CMRLനും എക്സാലോജിക്കിനും ഇടയിൽ നടന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് ED ശരൺ S കർത്തയോട് തേടുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി മേധാവിയുമായ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ബുധനാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. മോഷ്ടാവെന്ന സംശയത്തിൽ മലയാളി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി. പശ്ചിമബംഗാളിലെ സൗത്ത് 24 പർഗനാസിൽ ജില്ലയിലെ കുൾത്താളി മേഖലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. സംഭവത്തിൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ജൂൺ 9-നാണ് ദാരുണമായ സംഭവം നടന്നത്. ശനിയാഴ്ച ഇതിന്റെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പോലീസ് അറിഞ്ഞത്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്നലെ 2 പ്രായപൂർത്തിയാകാത്തവരടക്കം 7 പേരെ പിടികൂടുകയുമായിരുന്നു. ആകെ 8 പേരെയാണ് സംഭവത്തിൽ പിടികൂടിയത്. ഒരാളെ പിന്നീട് വിട്ടയച്ചു. പ്രതികളെയെല്ലാം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 13 വയസ്സ് മാത്രം പ്രായമുള്ള കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നുള്ള വൈഭവ് തരംഗം സൃഷ്ടിക്കുകയാണ്. ആലപ്പുഴയിലെ ഈ 13-കാരനായ വൈഭവ് ലളിതാ സഹസ്രനാമത്തിന്റെ തത്വങ്ങളെ ലളിതമായ ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം രചിച്ചതിന്റെ പേരിലാണ് അത്ഭുതമായി മാറിയിരിക്കുന്നത്. ഈ വൈഭവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി V നായരാണ്. വൈഭവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് പരിചയപ്പെടുത്തൽ. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഭവ്. കൊച്ചുകുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ പുസ്തകത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകാരവും ലഭിച്ചു. അറിവിന്റെ ലോകത്ത് വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്ന വൈഭവ് A പിള്ളയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതായും ആലപ്പുഴ ജില്ലാ കളക്ടർ കുറിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന സംഭാവന പണം ജീവനക്കാർ തന്നെ തട്ടിയെടുക്കുന്നുവെന്ന പരാതിയിൽ നാടകീയ നീക്കങ്ങളുമായി ഉത്തർപ്രദേശ് പോലീസ്. ക്ഷേത്രത്തിലെ സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജീവനക്കാരനായ ലവ് കുഷ് മിശ്രയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 10 ലക്ഷം രൂപയാണ് പോലീസ് കണ്ടെടുത്തത്. റുഡൌലിയിലെ ഷുജഗഞ്ച് പ്രദേശത്തുള്ള മീനാപൂർ ഫഗൌലി ഗ്രാമവാസിയായ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റെയ്ഡിൽ കണ്ടെടുത്ത പണത്തിൽ 5 ലക്ഷം രൂപ വീട്ടിനുള്ളിലെ അലമാരിയിൽ നിന്നുമാണ് ലഭിച്ചത്. എന്നാൽ ബാക്കി 5 ലക്ഷം രൂപ വീട്ടുപറമ്പിലെ ചാണക കൂമ്പാരത്തിനടിയിൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു. കണ്ടെടുത്ത ഈ പണത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഉത്തർപ്രദേശിൽ ഭരണകക്ഷിയായ BJPയും പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്.
രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വ്യക്തിഹത്യ ചെയ്യുന്നതിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ നിർണായക ഇടപെടലിൽ വലിയ രീതിയിലാണ് പ്രശംസിക്കപ്പെടുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ മകൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നടന്ന മോശം പരാമർശങ്ങളെ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഇത്തരം ആക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഉടനടി FIR രജിസ്റ്റർ ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം പോലീസിന് കർശന നിർദ്ദേശം നൽകി. തൃണമൂൽ കോൺഗ്രസിൽ വലിയ രാഷ്ട്രീയ അട്ടിമറിക്ക് വഴിതുറന്ന വിമത MPമാർ പുതിയ ലയന നീക്കവുമായി രംഗത്ത്. ഭാരതീയ ജനതാ പാർട്ടി BJP നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. തങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കുകയാണെന്ന് വിമത വിഭാഗം സ്ഥിരീകരിച്ചു. ഇതോടെ തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന മുൻപത്തെ വാദം വിമതർ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഈ പുതിയ നീക്കത്തോടെ അയോഗ്യത ഭീഷണി പൂർണ്ണമായി ഒഴിവാക്കാനാകും. ജവാഹറിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ലക്നൌവിലെ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഉദ്ഘാടന വിമാനം രാവിലെ 8:05 ഇറങ്ങുമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. വിദേശ ഫണ്ടുകൾ വൻതോതിൽ നിയമവിരുദ്ധമായി വിനിയോഗിച്ചതായി ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED നൽകിയ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായുള്ള തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന ക്രിസ്ത്യൻ മിഷണറി സംഘടനയ്ക്കും 6 വ്യക്തികൾക്കുമെതിരെ UAPA ചുമത്തിയതായി റിപ്പോർട്ട്. കർശനമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം UAPA കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗളൂരുവിലെ കൊത്തനൂർ പോലീസിലാണ് ഇത് സംബന്ധിച്ച കേസ് ഫയൽ ചെയ്യപ്പെട്ടത്. രാജ്യത്തെ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡുകളുടെ ഒരു ശൃംഖല വഴി ഈ സംഘടനയും മറ്റു ചില വ്യക്തികളും വിദേശ ഫണ്ട് ഒഴുക്കിയെന്നതാണ് കേസ്. ജൂൺ 11-നാണ് ഈ പണമിടപാട് നടന്നത്. 95 കോടി രൂപ ഒഴുക്കിയെന്നാണ് റിപ്പോർട്ട്. മോദി സർക്കാർ നക്സൽ മുക്ത ഭാരത് എന്ന ലക്ഷ്യത്തോടെ ജീവൻ പണയം വെച്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അത്തരം മേഖലകളിൽ ഇത്തരം ക്രിസ്ത്യൻ മിഷണറി സംഘടനകൾ പണം ഒഴുക്കുന്നത് എന്നത് രാജ്യദ്രോഹ നടപടിയായി തന്നെ മാറുകയാണ്. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ചർച്ചയിൽ പ്രതിരോധ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി. ഫ്രാൻസിലെ നീസിലുള്ള വില്ല കെർലോറസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇന്ത്യ ഫ്രാൻസ് ബന്ധം ഈ വർഷം പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും ചർച്ചകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ എത്തി. 1993-ൽ സ്ലോവാക്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. വ്യാപാരം, സാങ്കേതികവിദ്യ, നിക്ഷേപം എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഡെറാഡൂണിലെ ബൈരാഗിവാല ഗ്രാമത്തിലുണ്ടായ സംഘർഷത്തിൽ 44-കാരനായ BJP പ്രവർത്തകനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തല്ലിക്കൊന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 3 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ജലസേചനവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ശനിയാഴ്ചയാണ് വിനോദ് കൊല്ലപ്പെട്ടതെന്ന് അവർ വ്യക്തമാക്കി. കൊലപാതകത്തെ തുടർന്ന് പ്രതികളുടെ നിയമവിരുദ്ധ കെട്ടിടങ്ങൾ അധികാരികൾ പൊളിച്ചുമാറ്റി. സമാധാന കരാർ സംബന്ധിച്ച് US-ഉം ഇറാനും തമ്മിൽ ധാരണയിലെത്തിയെന്ന് പാകിസ്ഥാൻ. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാനുമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സമാധാന കരാർ ജൂൺ 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പുവെക്കുമെന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. കരാർ പൂർത്തിയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്ഥിരീകരിച്ചു. അമേരിക്കയുമായി സമാധാന കരാർ ഒപ്പിടുന്നതിനെ ചൊല്ലി ഇറാനിൽ കലാപം. വടക്കുകിഴക്കൻ നഗരമായ മഷാദിലെ വിദേശകാര്യ മന്ത്രാലയ ഓഫീസിനു മുന്നിൽ ഒട്ടേറെ പേർ പ്രതിഷേധിച്ചു. കരാർ ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കില്ലെന്നും ഹോർമുസ് കടലിടുക്കിനുമേലുള്ള സ്വാധീനം ഇല്ലാതാക്കുമെന്നുമാണ് പ്രതിഷേധക്കാരുടെ വാദം. സമാധാന കരാർ യാഥാസ്ഥിതിക ഇറാനിയൻ നേതാക്കളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് നേരിടുന്നത്. ഇന്ത്യയുടെ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ FCRA നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ സിവിൽ സമൂഹ ഗ്രൂപ്പുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വാദിച്ചുകൊണ്ട് US-ലെ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികളിലെ നിയമനിർമ്മാതാക്കൾ ഒന്നിച്ചു. സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുടെ തലവനായ US സെനറ്റർ ജെയിംസ് റിഷ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സംസാരിക്കവേ നിർദ്ദിഷ്ട ഭേദഗതികളെ ആഴത്തിൽ ആശങ്കാജനകമാണ് എന്ന് വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.